പോകണ്ട അപ്പോഴേ പറഞ്ഞില്ലേ എന്ന പഴയ സിനിമാ ഗാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഏറ്റവും കൂടുതൽ ചേരുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഷഹനാസ് മാഡമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സൈബർ ലോകത്ത് ട്രോളുകൾ കൊണ്ട് ആറാടുകയാണ് ഈ പേര്. ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ അങ്ങോട്ട് വാരി കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഷഹനാസ് മാഡം വന്നു, കണ്ടു, കീഴടങ്ങി എന്ന് വേണം പറയാൻ. പക്ഷെ അത് ആരെ കീഴടക്കി എന്നതിനേക്കാൾ സൈബർ ലോകം അവരെ എങ്ങനെ കീഴടക്കി എന്നതിലാണ് കാര്യം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്. നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു മാന്യതയുമുണ്ട്. അത് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്കോ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. എന്നാൽ ചിലർക്ക് ഒരു ശീലമുണ്ട്, എവിടെയെങ്കിലും ഒരു വിവാദമുണ്ടായാൽ ഉടനെ അവിടേക്ക് എടുത്തു ചാടുക. എന്തിനാണെന്നോ, ഞാനും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഞാനും പ്രശസ്തയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ. ഇങ്ങനെ തല കൊണ്ടുപോയി കൊടുക്കുന്നവരെ പറ്റി എന്തു പറയാനാണ്? ഷഹനാസിന്റെ കാര്യത്തിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല. നിലവിലുള്ള ഒരു വിഷയത്തിലേക്ക് യാതൊരു ആവശ്യവുമില്ലാതെ കടന്നു കയറി അവസാനം സ്വന്തം ഭൂതകാലം വരെ മാന്തി പുറത്തിടിവിച്ച് വാങ്ങിച്ചു കൂട്ടേണ്ടി വന്ന അവസ്ഥ. ലക്ഷ്മി പത്മ, അരുൺ കുമാർ, ഹണി ഭാസ്കർ തുടങ്ങിയവരൊക്കെ തങ്ങളുടെ പ്രൊഫഷന്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ പറയാൻ വേണ്ടി രംഗത്ത് വന്നവരാണ്. അവർക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഷഹനാസിന്റെ കേസ് അങ്ങനെയല്ല. തന്റെ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകണം, താൻ ഒരു IAS ഓഫീസർ ആണെന്നോ മറ്റോ വ്യാജമായ ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വന്ന ഒരാൾക്ക് സംഭവിക്കാവുന്ന സ്വാഭാവികമായ തിരിച്ചടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നൽകുന്നത്. വൈറലാകാൻ ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ ഒരുതരം വൈറസ് ബാധ ഏറ്റതുപോലെ ഒളിവിൽ പോകേണ്ടി വന്ന അവസ്ഥ ശരിക്കും കഷ്ടം തന്നെയാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. വർത്തമാനകാലം എന്നത് ഭൂതകാലത്തിന്റെ തുടർച്ചയാണ്. നിങ്ങൾ ഇന്ന് വലിയ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭൂതകാലത്ത് നിങ്ങൾ എന്തു ചെയ്തു എന്നത് ആളുകൾ ശ്രദ്ധിക്കും. പുകവലി വിരുദ്ധ പ്രസംഗം നടത്തുന്ന ആൾ രഹസ്യമായി പുകവലിക്കുന്നത് പോലെ തന്നെയാണിതും. ഷഹനാസിന്റെ വ്യാജ IAS ടാഗും മറ്റ് ആരോപണങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുമ്പോൾ അവർക്ക് അതിന് മറുപടി ഇല്ലാതെ കമന്റ് ബോക്സ് പൂട്ടി ഓടേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു കാര്യം പറയുന്നതിന് മുൻപ് നമ്മൾ സഞ്ചരിച്ചു വന്ന വഴികളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ എപ്പോൾ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കണം എന്നതിന് ഒരു പക്വത ആവശ്യമാണ്. ഒരു സദ്യ കഴിഞ്ഞ് മോരും കുടിച്ച് സമാധാനമായി പിൻവാങ്ങുന്നത് പോലെ ആകണം നമ്മുടെ ഇടപെടലുകളും. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? കൂടുതൽ പ്രശസ്തിക്ക് വേണ്ടി വീണ്ടും വീണ്ടും വന്ന അനാവശ്യ കാര്യങ്ങൾ വിളിച്ചു പറയുകയും അതുവഴി കൂടുതൽ വെറുപ്പ് സമ്പാദിക്കുകയും ചെയ്യും. മറ്റു പലരും വീഡിയോകൾ ചെയ്ത് ലക്ഷക്കണക്കിന് വ്യൂസ് നേടി സൈലന്റ് ആയപ്പോൾ ഷഹനാസ് മാഡം മാത്രം വീണ്ടും വീണ്ടും വന്ന സൈബർ ലോകത്തിന് വിരുന്നൊരുക്കി. ഇതിനെ പക്വതയില്ലായ്മ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ സാധിക്കുക? ഷഹനാസ് എന്ന വ്യക്തി കേരളത്തിന് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. അമിതമായ ആവേശവും അനാവശ്യമായ പ്രശസ്തി മോഹവും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിന് തന്നെ കാരണമാകും. ഇന്ന് ട്രോളുകൾ കൊണ്ട് നിറയുന്ന കമന്റ് ബോക്സുകളും മറ്റും കാണുമ്പോൾ തന്നെ നമുക്കും ചിലത് ചിന്തിക്കുവാനുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടോ? നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ യോഗ്യരാണോ? ഇത്തരം കാര്യങ്ങൾ സ്വയം വിലയിരുത്തേണ്ടത് അത്യാവശ്യമായ ഘടകമാണ്. ഷഹനാസ് ഇപ്പോൾ വേറെ ഏതോ രാജ്യത്തേക്ക് പോയെന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രതീക്ഷിതമായി എന്നും കേൾക്കുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ലെങ്കിലും അവർ സൃഷ്ടിച്ച വിവാദങ്ങൾ ഇന്നും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്.